ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ജഡികമാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ശക്തി പകരൂ, അടയാളം നൽകൂ. ഇവിടം പിളർന്നാൽ സത്യം കണ്ടെത്തും. സ്വന്തം അച്ഛനെ കൊന്നിട്ട് നാടകം കളിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഭഗവാൻ, ആ ചെറുക്കന്റെ കരച്ചിൽ ഇപ്പോഴും കണ്ണീന്ന് മാഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അവനായിരിക്കും മൂപ്പനെ കൊന്നതെന്ന്. എനിക്കും സംശയമുണ്ട്. സ്വന്തം അച്ഛനെ കൊല്ലാനും മാത്രം അവൻ അത്രയ്ക്ക് ദുഷ്ടനല്ല. ചുപ്രൻ പാവാ, വെറും പാവം. എനിക്കറിയാം ചുപ്രനെ. ഇനി ആ സ്വാമി ആയിരിക്കുമോ ഇതിന്റെ പുറകിൽ? സ്വാമി ഈ ഗ്രാമത്തിന്റെ രക്ഷകനല്ലേ? സ്വാമി അത് ചെയ്യുവോ? അല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കരുതെന്ന് പിന്നെ എന്തിനാ പറഞ്ഞേ? ആ വല്ലവേട്ടൻ പറഞ്ഞാണ് ശരി. ഇനിയിപ്പോ എന്താ ചെയ്യാ വല്ലവേട്ട? നാളെ തന്നെ പോലീസിൽ പരാതി കൊടുക്കണം. ഓം ഭഗവാൻ. സംശയം ഒരു മനോരോഗമാണ്. എനിക്കൊരു രോഗമില്ല. നിന്റെ ഹൃദയമിടിപ്പ് നാം കാണുന്നു. നിന്റെ ഉള്ളിലെ വ്യഗ്രത നാം അറിയുന്നു. എവിടെ? നീ സ്വയം വിശ്വസിക്കാൻ പോലും ഭയക്കുന്നു. പാതിരാത്രിയിൽ നീ നിന്റെ വീടിന്റെ തെക്ക് ഭാഗം 12 അടി മാറി 2 അടി കുഴിച്ചാൽ എല്ലാ ദുർചിന്തകൾക്കും സമാപ്തി ലഭിക്കും. ഓം ഭഗവാൻ. എത്ര അടി? 12 അടി. 12 അടി കുഴിക്കാൻ നേരം വിളിക്കില്ലേ? സ്വാമിക്ക് വട്ടാണ്. പാതിരാത്രിയിൽ നീ നിന്റെ വീടിന്റെ തെക്ക് ഭാഗം 12 അടി മാറി 2 അടി കുഴിച്ചാൽ എല്ലാ ദുർചിന്തകൾക്കും സമാപ്തി ലഭിക്കും. 12 അടി മാറി 2 അടി കുഴിച്ചാ എന്ത് മാങ്ങാത്തിരി കിട്ടാനാണ്? സ്വാമിക്ക് വട്ടാണ്. അത് ഈ പാതിരാത്രിക്ക്. വേറെ പണിയൊന്നുമില്ല. എന്തായിരിക്കോ കള്ളസ്വാമി പറഞ്ഞത്? അല്ല നിധിയായിരിക്കും. പോയി നോക്കളെ. ഒന്ന് 2 3 4 5 6 7 8 9 10 11 12. ഈശ്വര, ഒരു 5 കിലോ സ്വർണ്ണമെങ്കിലും കിട്ടണേ. അയ്യോ അയ്യോ പോയി രക്ഷപ്പെട്ടു.
ഒന്ന് മൂന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് മൂന്ന് അയ്യോ തെറ്റി മാച്ചുകളെ ഇത് പേത്താ തുടങ്ങാം രണ്ട് മൂന്ന് ഒന്ന് നാല് ഏഴ് ഒമ്പത് എട്ട് ഒരു തലയൊട്ടി ഇതിലെ പോടണ്ട തലയൊട്ടി ഭ്രാന്തനാണല്ലേ സ്വാമി ആയിരുന്നല്ലേ നമസ്കാരം ഞാൻ വിചാരിച്ച സ്വാമി മുടി വെട്ടിയത് ഇപ്പൊ കറക്റ്റാണ് ഞാൻ ആ 12 അടി തപ്പി കാലത്ത് ഇറങ്ങിയതാ ഇതുവരെ കിട്ടിയില്ല അതെ ആ 12 അടി എന്നുള്ള ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 15 അടിയാക്കി തരും ശരി. വളരെ ഉപകാരം ഇനി 15 വരെ എണ്ണിയാ മതിയല്ലോ 2 4 3 1 4 തെറ്റിച്ച് കംപ്ലീറ്റ് തെറ്റിച്ച് ഞാൻ എവിടെ എണ്ണി നിർത്തിയത് 7 9 10 4 6 ചുപ്ര എന്റെ ചുപ്രനെ എനിക്ക് വിശ്വാസ ചുപ്രനല്ല അച്ഛനെ കൊന്നത് എന്റെ ചുപ്രന് അതിന് കഴിയില്ല എനിക്കറിയാം അത് ശരി രണ്ടുപേര് നല്ല ശൃംഗാരത്തിലാണല്ലോ നടക്കട്ടെ നടക്കട്ടെ നിന്റെയൊക്കെ ഒരു യോഗം 2 3 7 4 3 2 ആരടാ തെറ്റിച്ചേ പോടാ പുല്ലേ ഓ ഗൂർക്കാസാണല്ലേ അല്ല ഞങ്ങള് പോലീസാ പോലീസാ കണ്ടാ പറയില്ല രണ്ട് കൊണ്ടാ പറയും എന്റെ പൊന്നിയേട്ടാ ഞങ്ങളുടെ കൈ നിർത്തം ചാടിപ്പോയി അവനെ തിരിച്ചു പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ പണിയും പോകും രണ്ടു കുടുംബം പട്ടിണിയാവും അടയാളം വല്ലതുണ്ട് അടയാളം പറഞ്ഞുതരാം 6 അടി പൊക്കം നല്ല ഒത്ത ശരീരം തലമുടി കറുത്തതാണ് ആ കറുത്ത. നമ്മൾ രക്ഷപ്പെട്ടാ നമുക്ക് പ്രമോഷൻ കിട്ടും നാളെ ഞാൻ കാണിച്ചത് Thank you. പക്ഷേ ഞാനാണ് കാണിച്ചതെന്ന് ആരോട് പറയരുത് സത്യമായി സത്യമായിട്ട് പറയാം. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഓക്കെ മാറിക്കോ ഇനി നമുക്ക് അടിവെച്ച് മുന്നോട്ട് പോകാം നമ്മളെന്തിനാ അടി വെക്ക നമ്മളൊന്നും ഒരു പ്രശ്നമില്ലല്ലോ ഈ അടിയല്ലടാ കാലടി ഈ അടി ആ 12 അടി വരെ കൂടെ വരണം ഞങ്ങളും ആ വരാം 2 രണ്ട് 3 5 നാല് 5 നാല് പിന്നെ എണ്ണ തെറ്റി അഞ്ച് അഞ്ച് 5 അതിന് 5 6 4 അത് 2 3 7 10 12 1 ആളിവിടെ ഉണ്ട് ഡിസ്റ്റർബ് ചെയ്യരുത് ആ പടിയും കൊണ്ട വില ഗുണതട്ടില് രണ്ടു കുടുംബം അങ്ങ് കാരണം രക്ഷപ്പെടാൻ പോണത് രക്ഷപ്പെട്ടു
ദേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ഡിസ്റ്റർബ് ചെയ്യരുത്. ആ. മോനെ മര്യാദക്കാരൻ മര്യാദക്കാരൻ. ഇതാണോ താൻ പറഞ്ഞ 6 അടി പൊക്കം ഒത്ത തടിയുള്ള ആള്? പൊക്കത്തിന്റെ കാര്യമൊക്കെ വിട്. മുടി കറക്റ്റ് ആണാ? ആണാ? ബടി പിടി. 2 4 3 1 6 ഞാൻ പറഞ്ഞില്ലേ ഇയാൾക്ക് വട്ട. ഇയാളൊന്ന് 12 അടി തയ്ക്കോ? അതിനു മുമ്പ് നമ്മളെ 16 വയ്ക്കും. 3 അത് ശരി. പോടാ. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പ്രപഞ്ചം നിധിയാണ്, പക്ഷേ അനശ്വരമല്ല. മനുഷ്യ ശരീരം ചിലപ്പോ അഗ്നിക്കിരയാവാം, പുഴുക്കൾക്ക് ഭക്ഷണമാവാം. ഈ സൗന്ദര്യം പാഴാക്കാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതാണ്. എന്നെ തൊട്ടുപോകരുതേ. ഞാൻ എല്ലാം ചേച്ചിയോട് പറയും. ഭാർഗവിയെ കൊന്നതും മൂപ്പനെ കൊന്നതും നിങ്ങളാണെന്ന് പറയും. അതെ, മൂപ്പനെ കൊന്നത് ഞാനാണ്, ഭാർഗവിയെ കൊന്നതും ഞാൻ തന്നെ. ഇനി ഒരു കൊല കൂടി നടത്താൻ എനിക്ക് മടിയില്ല. ശ്രീകുട്ടി മോളെ, ഇത് പുറത്തു പറഞ്ഞാൽ നിന്റെ ചേച്ചിയുടെ ജീവിതം ഈ കൈകളിലാ.